16 എന്ന ഈ ആസ്പെക്ട് റേഷ്യോ സെലക്ട് ചെയ്ത് ക്രിയേറ്റ് കൊടുക്കുക. ഇമേജ് അസസ്റ്റിൽ നിന്നും ബ്ലാക്ക് കളർ സെലക്ട് ചെയ്യുക. ഈ വീഡിയോയുടെ ബാക്ക്ഗ്രൗണ്ടിലായി ഉപയോഗിച്ചിരിക്കുന്ന ഈ രീതിയിലുള്ള ഫോട്ടോ കൊളാഷ് ഇമേജ് ക്രിയേറ്റ് ചെയ്യുന്നതിന് കൈൻമാസ്റ്റർ ക്ലോസ് ചെയ്ത് ഫിനിഷ് ഓപ്പൺ ചെയ്യുക. ഈ ആപ്ലിക്കേഷൻ നിങ്ങൾക്ക് പ്ലേ സ്റ്റോറിലൂടെ ഡൗൺലോഡ് ചെയ്തെടുക്കാവുന്നതാണ്. ഫിനിഷ് ഓപ്പൺ ചെയ്യാം. സ്റ്റാർട്ട് കൊടുക്കുക. നിങ്ങളുടെ ഇമേജ് ഫോൾഡറിൽ നിന്നും ഫോട്ടോ കൊളാഷിലേക്ക് വേണ്ട ഇമേജുകളെല്ലാം ഒന്നൊന്നായി സെലക്ട് ചെയ്യുക. ഫോട്ടോ കൊളാഷിലേക്ക് വേണ്ട എല്ലാ ഇമേജുകളും സെലക്ട് ചെയ്തുവെങ്കിൽ നെക്സ്റ്റ് കൊടുക്കുക. ഷേപ്പ് ഇവിടെ ക്ലിക്ക് ചെയ്യുക. ഷേപ്പ് കളക്ഷൻസ് സെലക്ട് ചെയ്യുക. ഇവയിൽ നിന്നും സ്ക്വയർ ഷേപ്പ് സെലക്ട് ചെയ്യുക. നാം സെലക്ട് ചെയ്ത എല്ലാ ഇമേജുകളും ഒരു സ്ക്വയർ ഷേപ്പിനുള്ളിലായി അറേഞ്ച് ചെയ്യപ്പെട്ടിട്ടുണ്ട്. ഓക്കെ കൊടുക്കുക. അഡ്ജസ്റ്റ് ഇവിടെ ക്ലിക്ക് ചെയ്യുക. ഇവിടെ ക്ലിക്ക് ചെയ്ത് ഇമേജുകളുടെ സൈസ് നിങ്ങൾക്ക് വേണ്ട രീതിയിൽ അറേഞ്ച് ചെയ്തെടുക്കുക. ഇവിടെ ക്ലിക്ക് ചെയ്ത് ഫോട്ടോകളുടെ ഇടയിലുള്ള സ്പേസ് ഇല്ലാതെയാക്കുക. ഇവിടെ ക്ലിക്ക് ചെയ്ത് ആക്യുറസി ലെവൽ 0 ആക്കി മാറ്റുക. ഓക്കെ കൊടുക്കുക. ഡൗൺലോഡ് ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. സ്റ്റാൻഡേർഡ് ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക. ഫോട്ടോ കൊളാഷ് സേവ്ഡ് ആയിട്ടുണ്ട്. ഈ ആപ്ലിക്കേഷൻ ക്ലോസ് ചെയ്ത് കൈൻമാസ്റ്ററിലേക്ക് തിരികെ എത്താം. നിങ്ങളുടെ ഫിനിഷ് ഫോൾഡറിൽ നിന്നും ഇപ്പോൾ നാം ക്രിയേറ്റ് ചെയ്ത ഫോട്ടോ കൊളാഷ് ഇമേജ് ഓപ്പൺ ചെയ്യുക. ഈ ഫോട്ടോ കൊളാഷ് ഒരു റോയിൽ 2 ഇമേജുകൾ മാത്രം വരുന്ന രീതിയിൽ ക്രോപ്പ് ചെയ്തെടുക്കുക. ഇമേജ് സ്ക്രീനിൽ നിറഞ്ഞു നിൽക്കുന്ന തരത്തിൽ ഇതുപോലെ എൻലാർജ് ചെയ്ത് വെക്കുക. ഓപ്ഷൻ ബാറിൽ നിന്നും അഡ്ജസ്റ്റ്മെന്റ് സെലക്ട് ചെയ്യുക. ഇവിടെ ക്ലിക്ക് ചെയ്ത് സാച്ചുറേഷൻ ലെവൽ മാക്സിമം കുറച്ചു കൊടുക്കുക. ഈ ഇമേജ് ഇവിടെ നിന്നും ഇതുപോലെ ലെഫ്റ്റിലേക്ക് മറഞ്ഞിരിക്കുന്ന രീതിയിൽ അഡ്ജസ്റ്റ് ചെയ്ത് വെക്കുക. ഈ 3 ഡോട്ട്സ് ബട്ടണിൽ ക്ലിക്ക് ചെയ്ത് ഡ്യൂപ്ലിക്കേറ്റ് കൊടുക്കുക. ഈ ഡ്യൂപ്ലിക്കേറ്റ് ലെയർ ഇതുപോലെ റൈറ്റിലേക്ക് മറഞ്ഞിരിക്കുന്ന രീതിയിൽ അഡ്ജസ്റ്റ് ചെയ്ത് വെക്കുക. ടൈം ലൈനിലുള്ള എല്ലാ ലെയറുകളുടെയും ഡ്യൂറേഷനും വീഡിയോയ്ക്ക് വേണ്ട ലെങ്തിലേക്ക് എക്സ്റ്റെൻഡ് ചെയ്ത് വെക്കുക. ടൈം ലൈനിന് മുന്നിലെത്താം. കർസർ ടൈം ലൈനിന്റെ ബിഗിനിങ്ങിൽ നിന്നും ഒരു ചെറിയ ദൂരം മുന്നോട്ട് വെക്കുക. ആദ്യത്തെ ഇമേജ് ലെയറിൽ ക്ലിക്ക് ചെയ്യുക. ഈ ആനിമേഷൻ ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. കർസർ ഇവിടെ നിന്ന് മൂവ് ചെയ്യിച്ച് ലെയറിന്റെ അവസാന ഭാഗത്തായി കൊണ്ടുവന്ന് വെക്കുക. സ്ക്രീനിൽ നിന്നും ഈ ഇമേജ് ലെയർ ഏറ്റവും താഴത്തെ ഇമേജ് കാണുന്നതുവരെ ഇതുപോലെ മുകളിലേക്ക് പതിയെ ഉയർത്തി നിർത്തുക. ടൈം ലൈനിന് മുന്നിലെത്താം. കർസർ ടൈം ലൈനിന്റെ ബിഗിനിങ്ങിൽ നിന്നും ഒരു ചെറിയ ദൂരം മുന്നോട്ട് വെക്കുക. രണ്ടാമത്തെ ഈ ഇമേജ് ലെയറിൽ ക്ലിക്ക് ചെയ്യുക. ആനിമേഷൻ ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. കർസർ ഇവിടെ നിന്നും മൂവ് ചെയ്യിച്ച് ലെയറിന്റെ അവസാന ഭാഗത്തായി കൊണ്ടുവന്ന് വെക്കുക. സ്ക്രീനിൽ നിന്നും ഈ ഇമേജ് ലെയർ ഏറ്റവും മുകളിലത്തെ ഇമേജ് കാണും വരെ ഇതുപോലെ പതിയെ താഴ്ത്തി വെക്കുക. ടൈം ലൈനിന് മുന്നിലെത്താം. നിങ്ങൾക്ക് ലഭ്യമായിട്ടുള്ള പാർട്ടിക്കിൾ വീഡിയോ ടെംപ്ലേറ്റ് ഓപ്പൺ ചെയ്യുക. ഇതിനായി ഡിസ്ക്രിപ്ഷൻ ബോക്സ് കാണുക. ഓപ്ഷൻ ബാറിൽ നിന്നും സ്പ്ലിറ്റ് സ്ക്രീൻ സെലക്ട് ചെയ്യുക. റെക്ടാങ്കിൾ കൊടുക്കുക. ഓപ്ഷൻ ബാറിൽ നിന്നും ബ്ലെൻഡിംഗ് സെലക്ട് ചെയ്യുക. ഇവയിൽ നിന്നും ബ്ലെൻഡിംഗ് ഒപ്പാസിറ്റിയായി സ്ക്രീൻ സെലക്ട് ചെയ്യുക. നിങ്ങൾക്ക് ലഭ്യമായിട്ടുള്ള ബോർഡർ ലൈൻ ഇമേജ് ഓപ്പൺ ചെയ്യുക. ഇതിനായി ഡിസ്ക്രിപ്ഷൻ ബോക്സ് കാണുക. സ്പ്ലിറ്റ് സ്ക്രീൻ സെലക്ട് ചെയ്യുക. റെക്ടാങ്കിൾ കൊടുക്കുക. ഈ ലെയറിന്റെ ഡ്യൂറേഷനും ഇമേജ് ലെയറുകളുടെ ഡ്യൂറേഷന് സമമായി വെക്കുക. നിങ്ങളുടെ ഇമേജ് ഫോൾഡറിൽ നിന്നും വീഡിയോയിലേക്ക് വേണ്ട മെയിൻ ഇമേജ് ഓപ്പൺ ചെയ്യുക. ഈ ഇമേജിന്റെ ബാക്ക്ഗ്രൗണ്ട് റിമൂവ് ചെയ്യുന്നതിനായി ഓപ്ഷൻ ബാറിൽ നിന്നും മാജിക് റിമൂവർ സെലക്ട് ചെയ്യുക. ബാക്ക്ഗ്രൗണ്ട് റിമൂവ് ചെയ്ത ഇമേജാണ് ലഭിച്ചിരിക്കുന്നത്. ഈ ഇമേജ് സ്ക്രീനിന്റെ മധ്യഭാഗത്തായി വരുന്ന രീതിയിൽ പൊസിഷൻ അഡ്ജസ്റ്റ് ചെയ്ത് വെക്കുക. ഈ ലെയറിന്റെ ഡ്യൂറേഷനും മുകളിലത്തെ ഇമേജ് ലെയറുകളുടെ ഡ്യൂറേഷന് സമമായി വെക്കുക. ഇൻ ആനിമേഷനിൽ ക്ലിക്ക് ചെയ്യുക. ഫെയ്ഡ് കൊടുക്കുക. ഇവിടെ ക്ലിക്ക് ചെയ്ത് ആനിമേഷൻ സ്പീഡ് 1.5 ആയി സെറ്റ് ചെയ്യുക. നിങ്ങൾക്ക് ലഭ്യമായിട്ടുള്ള ബ്രഷ് സ്ട്രോക്ക് ഇമേജ് ഓപ്പൺ ചെയ്യുക. ഇതിനായി ഡിസ്ക്രിപ്ഷൻ ബോക്സ് കാണുക. ഈ ഇമേജ് ഇവിടെ നിന്നും മെയിൻ ഇമേജിന്റെ താഴ്ഭാഗം മറയ്ക്കുന്ന രീതിയിൽ സൈസ് അഡ്ജസ്റ്റ് ചെയ്ത് വെക്കുക. ഈ ലെയറിന്റെ ഡ്യൂറേഷനും മുകളിലത്തെ ഇമേജ് ലെയറുകളുടെ ഡ്യൂറേഷന് സമമായി വെക്കുക. ഇൻ ആനിമേഷനിൽ ക്ലിക്ക്
സ്വൈപ്പ് റൈറ്റ് സെലക്ട് ചെയ്യുക. ടെക്സ്റ്റ് ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക. ഇവിടെ ക്ലിക്ക് ചെയ്ത് നിങ്ങൾക്ക് വേണ്ട ടെക്സ്റ്റ് എൻ്റർ ചെയ്യുക. ഈ ടെക്സ്റ്റ് ലെയർ ഇവിടെ നിന്നും ബ്രഷ് സ്ട്രോക്ക് ഇമേജിന് മുകളിലായി കൊണ്ടുവന്ന് വെക്കുക. ഈ ലെയറിന്റെ ഡ്യൂറേഷനും മറ്റുള്ള ലെയറുകളുടെ ഡ്യൂറേഷന് സമമായി വെക്കുക. ഇൻ ആനിമേഷനിൽ ക്ലിക്ക് ചെയ്യുക. കവറേജ് കൊടുക്കുക. ഈ ഓഡിയോ ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്ത് വീഡിയോയ്ക്ക് അനുയോജ്യമായ ഒരു ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് സെലക്ട് ചെയ്യുക. ഇവിടെ നമുക്ക് ഈ മ്യൂസിക് സെലക്ട് ചെയ്യാം. ഈ പ്ലസ് സിംബലിൽ ക്ലിക്ക് ചെയ്ത് സെലക്ട് ചെയ്ത മ്യൂസിക് ടൈം ലൈനിലേക്ക് ആഡ് ചെയ്യുക. ടൈം ലൈനിലുള്ള എല്ലാ ലെയറുകളുടെ ഡ്യൂറേഷനും ഒരുപോലെ തന്നെ ആയിരിക്കുവാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. ടൈം ലൈനിന് മുന്നിലെത്തി വീഡിയോ പ്ലേ ചെയ്ത് നോക്കി ആവശ്യമെങ്കിൽ വേണ്ട മാറ്റങ്ങൾ വരുത്തുക. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക. ഒപ്പം കൂടുതൽ വീഡിയോകൾക്കായി സബ്സ്ക്രൈബ് ചെയ്യുവാനും മറക്കരുതേ എന്ന് പ്രത്യേകം ഓർമ്മിപ്പിക്കുന്നു.